നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ അതിൻ്റെ സർവ്വശക്തിയും എടുത്ത് പെയ്തിറങ്ങുമ്പോൾ ദുരിതക്കയത്തിലാണ് കേരളം. 2018-ലെയും 2019-ലെയും പിന്നീട് നടന്ന വയനാട് ദുരന്തത്തിൻ്റെയും ഒക്കെ കെടുതികളിൽ നിന്ന് കേരളം ഒന്ന് തല പൊക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും അടിച്ച് ഇരുത്തുന്ന രീതിയിലാണ് മഴ ശക്തമായി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല ജില്ലകളും മിക്ക പ്രദേശങ്ങളും ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഇവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോലും എത്താൻ കഴിയാത്ത സാഹചര്യം. ആ തുരുത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ നിലവിളിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അവർ വാവിട്ട് നിലവിളിക്കുന്നത്. കിടപ്പ് രോഗികളായിട്ടുള്ളവരും മാരക രോഗങ്ങൾ ഉള്ളവർക്കുമൊക്കെ ചികിത്സയ്ക്ക് പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഭക്ഷണവും വെള്ളവും പോലും കിട്ടാത്ത അവസ്ഥ. മഴക്കെടുതിയിലാണ് കേരളം. കനത്ത മഴയെ തുടർന്ന് പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ എരുമേലി, ഇടകടത്തി, അറയാഞ്ഞിലി മണ്ണിൽ 600ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പമ്പയാറിന് കുറുകെയുള്ള അറയാഞ്ഞിലി കോസ്വേ വെള്ളത്തിനടിയിലായതാണ് പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടാൻ കാരണം. വൈദ്യുതിയോ ഫോൺ സന്ദേശങ്ങളോ ലഭ്യമാകാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കോട്ടയം ജില്ലയിലെ എരുമേലി, പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ, പെരുന്നാട് എന്നീ 3 പഞ്ചായത്തുകൾ സംഗമിക്കുന്ന അതിർത്തി മേഖലയിലാണ് അറയാഞ്ഞിലി സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കോസ്വേ മുങ്ങിയതോടെ ഇക്കരയെത്താൻ വഴികളില്ലാതെ ഗ്രാമീണർ ദുരിതത്തിലാണ്. ആശുപത്രി ആവശ്യങ്ങൾക്കോ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനോ പോലും അക്കരയെത്താൻ കഴിയാത്ത സാഹചര്യം. വെള്ളക്കെട്ടിനിടയിലും ജീവൻ പണയം വെച്ചാണ് ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത്. ഫോണുകളിൽ ചാർജ് ഇല്ലാത്തതിനാൽ അക്കരെ ഒറ്റപ്പെട്ട സ്വന്തം ബന്ധുക്കളെ പോലും വിവരമറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആളുകൾ കഴിയുന്നത്. അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെ കാട്ടുപാതയിലൂടെ കിലോമീറ്ററുകളോളം ചുമന്നുകൊണ്ട് പെരുന്തേനരുവി ഡാം വഴി കടത്തിവിടേണ്ട സാഹചര്യമാണ്. എന്നാൽ 3 തോടുകൾ കടന്നുള്ള ഈ കാട്ടുപാതയിൽ കടുത്ത ആന ശല്യമുള്ളത് പ്രദേശവാസികളുടെ ഭീതി വർദ്ധിപ്പിക്കുന്നു. അതായത് ഈ വഴി അവർക്ക് കടന്നു പോകാൻ കഴിയില്ല. ജീവൻ പണയം വെച്ചാണ്, അതിസാഹസികമായിട്ടാണ് ഈ കാട്ടുപാതയിലൂടെ രോഗികളെ പുറത്തേക്ക് എത്തിക്കുന്നത്. ഇഴഞ്ഞു നീങ്ങുന്ന പാലം നിർമ്മാണം ഈ പ്രദേശത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരാതി. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ പ്രദേശം ഒറ്റപ്പെടുന്നതിന് പരിഹാരമായി ഇവിടെ പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും പണികൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. പാലം പണി നേരത്തെ പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ഈ ദുരിതം ഒഴിവാകുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. മേഖല ഇത്രയും വലിയ ദുരന്ത മുഖത്തായിട്ടും പ്രദേശത്തെ പഞ്ചായത്ത് ബ്ലോക്ക് അംഗങ്ങളോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും കടുത്ത പ്രതിഷേധത്തോടെ നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലുമെല്ലാം വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോസ്വേയിൽ നിന്നും വെള്ളം പൂർണ്ണമായി ഇറങ്ങുന്നതുവരെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിൽ തന്നെയാകാനാണ് സാധ്യത. സംസ്ഥാനത്ത് പെയ്തിറങ്ങുന്ന കനത്ത മഴയിൽ പ്രളയ സമാനമായ അന്തരീക്ഷത്തിലേക്ക് മധ്യ തെക്കൻ ജില്ലകൾ എത്തിയിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നീരൊഴുക്ക് ശക്തമായതോടെ മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് അപകടനില കടന്നു. ഇരു നദികളുടെയും കാളിയാറിന്റെയും തീരപ്രദേശങ്ങളിൽ വൻ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടങ്ങൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ കാളിയാറിലും ജലനിരപ്പ് മുന്നറിയിപ്പ് ലെവൽ പിന്നിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴയാറിൽ 11.93 മീറ്ററാണ് അപകടനില എന്നിരിക്കെ ജലനിരപ്പ് 12.52 മീറ്ററായി ഉയർന്നു. തൊടുപുഴയാറിൽ അപകടനിലയായ 11.79 മീറ്ററും കടന്ന് ജലനിരപ്പ് 12.46 മീറ്ററിലെത്തി. കാളിയാറിൽ ജലനിരപ്പ് 13.41 മീറ്ററാണ്. നദികളിൽ ഇറങ്ങുന്നതും മുറിച്ചു കടക്കുന്നതും പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശത്തുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ താലൂക്ക് ദുരന്ത നിവാരണ അതോറിറ്റികൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവല്ല ചെങ്ങന്നൂർ റൂട്ടിൽ KSRTC സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെയാണ് തിരുവല്ല ചെങ്ങന്നൂർ റൂട്ടിൽ KSRTC ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. MC റോഡിൽ തിരുമൂലപുരം ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ പ്രളയജലം കയറിയതാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടാൻ കാരണം. തിരുവല്ല ചെങ്ങന്നൂർ ഡിപ്പോകളിൽ നിന്നുള്ള ഓർഡിനറി സർവീസുകൾ റദ്ദാക്കി. യാത്രക്കാരുടെ അടിയന്തര വിവരങ്ങൾക്ക് ഡിപ്പോ കൺട്രോൾ റൂമുകളായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. മധ്യ തിരുവിതാംകൂറിലും മലയോര മേഖലകളിലും പമ്പ, മണിമല, അച്ചൻകോവിൽ എന്നീ പ്രധാന നദികളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആറന്മുള, കോഴഞ്ചേരി, പന്തളം,
ഉപ്പുകുട്ടനാട് എന്നീ മേഖലകളിലെ റെസിഡൻഷ്യൽ ഏരിയകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങളാണ്. ഉപറോഡുകൾ ഭൂരിഭാഗവും മുങ്ങിയതോടെ ഗ്രാമീണ മേഖലകൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മലയോര മേഖലകളിലേക്ക് രാത്രികാല യാത്രകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ്. ഡൗൺ സ്ട്രീം തീരങ്ങളിൽ ജാഗ്രത. തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പേപ്പാറ, അരുവിക്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തി. പേപ്പാറ ഡാമിന്റെ ഷട്ടറുകൾ മൊത്തം 80 സെന്റിമീറ്ററും അരുവിക്കര അണക്കെട്ടിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകളും നിലവിലെ 120 സെന്റിമീറ്ററിന് പുറമെ 80 സെന്റിമീറ്റർ കൂടി ഉയർത്തി ആകെ 200 സെന്റിമീറ്റർ ആക്കി മാറ്റും. കരമനയാറിന്റെയും അണക്കെട്ടുകളുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർദ്ദേശിച്ചിരിക്കുന്നത്. നദികളിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേന്ദ്ര ജല കമ്മീഷൻ. പത്തനംതിട്ടയിലെ പമ്പ, കോട്ടയത്തെ മീനച്ചിൽ എന്നീ നദികളിൽ ഓറഞ്ച് അലേർട്ടും, കോട്ടയത്തെ മണിമല, എറണാകുളത്തെ കാളിയാർ എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ സന്നദ്ധരാകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതിശക്തമായ മഴയാണ് പൊടുന്നനെ പെയ്തിറങ്ങിയത്. ഓഗസ്റ്റ് 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ പെയ്തിറങ്ങിയത് പ്രതീക്ഷിച്ചതിനേക്കാൾ അതിശക്തമായ മഴയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ ഭൂരിഭാഗം ജില്ലകളിലും സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ വൻതോതിൽ അധിക മഴ രേഖപ്പെടുത്തിയപ്പോൾ കാസർഗോഡും വയനാടും മാത്രമാണ് കനത്ത മഴയിൽ നിന്ന് വലിയ അളവിൽ ഒഴിവായി നിന്നത്. മഴക്കണക്കിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പത്തനംതിട്ട ജില്ലയിലാണ്. 40 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ച സ്ഥാനത്ത് 253.2 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ പെയ്തിറങ്ങിയത്. അതായത് സാധാരണയേക്കാൾ 533% അധിക മഴയാണ് പത്തനംതിട്ടയിൽ മാത്രം ലഭിച്ചത്. മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ വലിയ തോതിലുള്ള മഴക്കെടുതിയാണ് ഉണ്ടായത്. കോട്ടയം, കൊല്ലം ജില്ലകളിൽ സാധാരണയേക്കാൾ 302% അധിക മഴ ലഭിച്ചപ്പോൾ എറണാകുളത്ത് 223%, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 207% അധിക മഴ പെയ്തു. കോഴിക്കോട് 49.8 മില്ലിമീറ്റർ പ്രതീക്ഷിച്ചിടത്ത് 257 മില്ലിമീറ്ററും, മലപ്പുറത്ത് 50 മില്ലിമീറ്റർ പ്രതീക്ഷിച്ചിടത്ത് 205 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് 21.5 മില്ലിമീറ്റർ മഴ കണക്കാക്കിയിരുന്ന സ്ഥാനത്ത് 119.7 മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങി. വയനാട്ടിൽ 85.4 മില്ലിമീറ്ററിന് പകരം 167.6 മില്ലിമീറ്ററും, കാസർഗോഡ് 85 മില്ലിമീറ്ററിന് പകരം 128.9 മില്ലിമീറ്ററും മഴ ലഭിച്ചു. ഇതിനിടയിൽ പത്തനംതിട്ടയിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങളും അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പന്തളത്ത് ചേരിക്കൽ സ്വദേശിയായ ലെനിൻ എന്ന യുവാവിനെ പുഞ്ചയിലെ വെള്ളക്കെട്ടിൽ നീന്തുന്നതിനിടെ കാണാതായി. ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കോയിപ്രം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ വള്ളിക്കാലയ്ക്ക് സമീപം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വല്യൂഴത്തിൽ ശോഭയുടെ വീട് മഴയിൽ പൂർണ്ണമായും തകർന്നു. ഇവരെ നിലവിൽ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. കനത്ത മഴയും ജലനിരപ്പ് ഉയരുന്നതും കണക്കിലെടുത്ത് ആറന്മുളയിൽ നാളെയും മറ്റന്നാളും, അതായത് 4-ാം തീയതിയും 5-ാം തീയതിയും നടക്കേണ്ടിയിരുന്ന വള്ളസദ്യകൾ മാറ്റിവെച്ചു. ബുക്ക് ചെയ്ത ഭക്തർക്കായി വള്ളസദ്യകൾ പിന്നീട് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിരിക്കുകയാണ്. ആറന്മുളയിലേക്കൊക്കെ പോകാനിരിക്കുന്നവർ ഒക്കെ യാത്ര ഒഴിവാക്കുക. ശബരിമലയിലേക്ക് പോകാനിരിക്കുന്നവരും യാത്രകൾ പരമാവധി ഒഴിവാക്കുക. കാരണം ഇപ്പോൾ പോകുന്നത് അപകടം വരുത്തി വയ്ക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.